നമ്മൾ ടോപ്പിക്കിൽ ഡിബേറ്റ് ചെയ്യുന്നു. നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് വരുവാ. ഇന്ത്യ രക്ഷപ്പെടണമെങ്കിൽ ഏത് രാഷ്ട്രീയം അവിടെ ലേരിയായിട്ട് ബന്ധമില്ല. ഇന്ത്യ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി പോലെ അത് ജെന്യൂൻ പാർട്ടിയാണ്. പക്ഷെ അത് പൊങ്ങി വരാൻ ടൈം എടുക്കും. പ്രാക്ടിക്കലായിട്ട് ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ചേഞ്ച് വരുത്തുണ്ടെങ്കിൽ കോൺഗ്രസ് അല്ലല്ല ഞാനൊരു കേസ് പറയട്ടെ. ഒരു ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് ജനാധിപത്യ സോഷ്യലിസം ഞാൻ പറഞ്ഞുതരാം. ഈ ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചെല്ലുമ്പോഴാണ് ജനാധിപത്യം ഉണ്ടാവുന്നത്. ഇവിടെ ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലുന്നില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ആറാട്ടണ്ണനെ വലിയൊരു കുഴിയാണ് കേട്ടോ, വലിയൊരു കുഴിയാ. ഞാനത് കുഴി കണ്ടിട്ട് ഞാനും വിനീതേട്ടൻ ആ കുഴിക്കകത്ത് പോയി വീണിട്ട് വലുതായിട്ടൊന്നും പറ്റിയില്ല, കാല് ചെറുതായിട്ട് മുറിഞ്ഞു വന്നു. എന്നിട്ട് ആറാട്ടണ്ണനെ കൊണ്ട് ഞാൻ പിറ്റേ ദിവസം പോയിട്ട് ഈ കല്ലൂർ പാലാരിവട്ടത്തിന്റെ അവിടെ വീഡിയോ ചെയ്യിപ്പിച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കുഴി മൂടി. ഈ വീഡിയോ കണ്ടിട്ടാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇയാൾ ചെയ്ത നന്മയെ പറ്റി ആരും ഒന്നും പറഞ്ഞില്ല. മനസ്സിലായി? എല്ലാവർക്കും നെഗറ്റീവ് മതി. ഇപ്പം 1000 നന്മ ചെയ്തെന്ന് പറഞ്ഞാലും അവന്റെ ഒരു നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ അതിൽ പിടിച്ചു കയറും. മനസ്സിലായി? ഞാൻ ഇവിടെ ഫിലോസഫിയും ക്വാണ്ടം മെക്കാനിക്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആൾക്കാർ പറയുന്നത് 7 മണി കഴിഞ്ഞിട്ട് വേണ്ടി മാത്രമാണ്. അത് നിർത്തിയിട്ട് ഇപ്പൊ എത്ര നാളായി? അത് മാത്രമാണ് ഇപ്പോഴും ആൾക്കാർ പറയില്ല. 7 മണി കഴിഞ്ഞിട്ട് പറയുന്ന കാര്യം മാത്രം ഇപ്പോഴും പറയില്ല. വേറെ എത്ര നല്ല കാര്യം പറഞ്ഞിട്ടുണ്ട്, അതൊന്നും പറയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ആൾക്കാർ അതാ പറഞ്ഞു, ഒരു നല്ലത് പറയിപ്പിക്കാൻ, ഒരു മഞ്ഞൾ തരിയോളം നല്ലത് പറയിപ്പിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ മോശം പറയിപ്പിക്കാൻ സെക്കൻഡുകൾ മതി. ശരിയല്ല ഞാൻ പറയാം, മോശം പറയിപ്പിക്കാൻ സെക്കൻഡുകൾ മതി. ഞാനൊരു ഇന്ത്യ രക്ഷയിലേക്ക് ഏത് പാർട്ടി വരണം? അതാ ഞാൻ പറഞ്ഞത്. നല്ല കഷ്ടപ്പാടും നല്ല ജനങ്ങളെ അറിയാവുന്ന ഒരാൾ വരണം. അല്ല, ഇപ്പത്തെ യങ്സ്റ്റേഴ്സിനും മിക്ക യങ്സ്റ്റേഴ്സിനും പൊളിറ്റിക്സിൽ താല്പര്യമില്ല. അഴിമതി കാരണം അവർക്ക് മതം രാഷ്ട്രീയമൊന്നും താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണ്. അവർക്ക് അവരുടേതായ ഒരു ലോകം അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് പോകുന്നതാണ്. എന്തിനാണ് തമ്മിൽ തല്ലിച്ചാവുന്നത്? ഏതെങ്കിലും അണികളെ മക്കളല്ലാതെ ഏതെങ്കിലും നേതാക്കന്മാരുടെ മക്കൾ കൊടി പിടിക്കുന്ന അറ്റാക്ക് വന്നപ്പോ അതിനെ കുറിച്ച് ഇന്ത്യ വളരെ അറസ്റ്റ് ചെയ്തു. ഇവിടെ അറ്റാക്ക് വന്നില്ല ഇന്ത്യ പാകിസ്ഥാൻ. കാരണം ഫ്രീഡം ഓഫ് സ്പീച്ച് എക്സ്പ്രഷൻ ഇല്ല. നമുക്ക് തുറന്നു പറയാൻ പറ്റില്ല. വാർ വേണമെന്ന് പറയാൻ പറ്റില്ല, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എന്ത് പറഞ്ഞാലും അറസ്റ്റാണ്. കാരണം ഫ്രീഡം ഓഫ് സ്പീച്ച് എക്സ്പ്രഷൻ പോയിരിക്കുകയാണ് നോർത്ത് ഇന്ത്യയിൽ, മറ്റേല്ല. അപ്പൊ എനിക്ക് നിലവിൽ എനിക്ക് പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഏത് പാർട്ടി ആയാലും ഈ ശരി ഇത് വരുമ്പോഴാണ് ഒരു പാർട്ടി മാത്രമാകുമ്പോൾ ബയസ്ഡാവും. നിഷ്പക്ഷമായിട്ട് പറയാൻ പറ്റില്ല. ഒരു കാലത്ത് കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ നല്ല ആവേശവും നല്ല എന്താ പറയാ, നമുക്ക് കമ്മ്യൂണിസ്റ്റ് പണ്ട് ബുദ്ധിജീവികളും നല്ല മനുഷ്യർക്കുള്ളതായി. ഇപ്പൊ രണ്ടുമില്ല. ഇപ്പോഴത്തെ ആൾക്കാർക്ക് ബുദ്ധിയും വേണ്ട, നല്ല ഞാൻ പറഞ്ഞേ 10-15 വർഷം പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ച ആളെ നിർത്തത്തില്ല. കോൺഗ്രസിൽ നിന്ന് പാർട്ടി മാറി വന്ന കാശുള്ള ആൾക്കാരെ പിടിച്ചിട്ട് നിർത്തും. അപ്പൊ ഈ അണികൾ മണ്ടന്മാരാകുമല്ലേ? ഇത് ഞങ്ങളോട് നടന്ന സംഭവമാണ്. മനസ്സിലായോ? ശരിക്കും പറഞ്ഞാൽ അണികൾ മണ്ടന്മാരാണ് ഞാൻ പറയത്തുള്ളൂ. പൊതുജനം കഴുത, അണികൾ മാത്രല്ല പൊതുജനം കഴുതിയാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും രാഷ്ട്രീയക്കാരെ കണ്ടുപിടിക്കണ ഏറ്റവും വലിയ ഉദാഹരണം അലൻ ജോസ് പെരേര, ആറാട്ടണ്ണനാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇവര് സോഷ്യൽ മീഡിയ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടം വിഷയോ, അവിടെ തെറി പറഞ്ഞു ഇവിടെ തെറി പറഞ്ഞു. ആ ടാക്കോവലിൽ ചെന്ന് കഴിഞ്ഞാൽ രണ്ടുകൂടെ ഒരുമിച്ചിരുന്ന് വെള്ളം കുടിക്കുന്നതാണ്. അതേപോലെയാണ് രാഷ്ട്രീയം. അണികൾ തമ്മിൽ തല്ലുകയും ചെയ്യും. അതിൽ എന്നെക്കാളും എടുക്കും പെരേരയാണ്. പെരേര പറഞ്ഞ ഈ മണ്ടന്മാർ ഉള്ളോളം കാലം പുള്ളി പിടിച്ചേക്ക് പോകുന്നു. പുള്ളിയാണ് ശരിക്കും ഇവരെ പറ്റിക്കണം. ഞാൻ പറയാം, പെരേര രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ട ആളാണ്. കാരണം അതേപോലെ വക്രത കൂടുതലാണ്. അത് അവന്റെ കാര്യം പാർട്ടിയല്ല, അവന്റെ കാര്യം.